നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പ്രധാനമായിട്ടും പിണറായി വിജയൻ്റെ മകൻ്റെ ക്ഷേത്ര ദർശനം, മകൻ്റെ എന്നല്ല, കുടുംബത്തിൻ്റെ ഒരു ഭക്തി മാർഗം ആത്മീയ മാർഗത്തിലേക്ക് അവരിപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്നത് ആ വൈരുദ്ധ്യങ്ങൾ ഒരുപാട് നിറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭൗതികവാദത്തിൽ നിന്ന് ഇനി കുറച്ചൊരു ആത്മീയവാദത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ശരിക്കും എന്താണ് അത് സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മകൻ വിവേക് കിരൺ, അദ്ദേഹം വിദേശത്ത് ദുബായിൽ എന്തോ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹവും ഭാര്യയും കുടുംബവും എല്ലാം ഒത്ത് ഗുരുവായൂരമ്പലത്തിൽ തൊഴാൻ വരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ജനൻ ടി വിയുടെ പുറത്തെ ലേഖകൻ അദ്ദേഹം ഈ ദൃശ്യം ചിത്രീകരിക്കുന്നു. തുടർന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാം വന്ന് ആ പ്രശ്നമാകുന്നു. നമ്മുടെ ക്യാമറമാനെ പിടിച്ചുകൊണ്ട് പോകുന്നു, എല്ലാം കൂടെ ബലം പ്രയോഗിച്ച് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഈ വിഷ്വൽസ് മുഴുവൻ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് കളയുകയാണ്. അതായത് പിണറായിയുടെ മകനും സംഘവും വന്ന സ്ഥലം വലിയ സുരക്ഷാ മേഖലയാണ്, അതീവ സുരക്ഷാ മേഖലയാണ്. അവിടെ കയറി ദൃശ്യങ്ങൾ പകർത്തി ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു. അതെ, താമസിക്കുന്ന സ്ഥലമാണ് എന്ന കുറ്റം ചുമത്തി ഇയാൾക്കെതിരെ കേസെടുക്കാനൊരു നീക്കം നടക്കുന്നുണ്ടോ? ഇതുവരെ എടുത്തിട്ടില്ലെന്നാണ് അറിയുന്നത്. ചിലപ്പോൾ എടുത്തേക്കാം, നമ്മുടെ ഈ ദിവസമൊക്കെ കഴിയുന്നതിന് മുമ്പ് ചിലപ്പോൾ എടുത്തേക്കാം. വധശ്രമത്തിന് കേസെടുത്തില്ലെങ്കിൽ അത്ഭുതമല്ല. ക്യാമറയും കൊണ്ടുവന്ന് പിണറായിയുടെ മകനെ കുടുംബത്തിനെയും കൊല്ലാൻ ശ്രമിച്ചെന്നങ്ങനെ പറഞ്ഞ് കേസെടുത്തോന്ന് അറിഞ്ഞൂടാ. മൈക്ക് സെറ്റ് ഉപയോഗിച്ച് മൈക്ക് സെറ്റിന്റെ പേര് കേസെടുത്തിട്ടുള്ള സർക്കാർ നിലവിലുള്ള സ്ഥിതിക്ക് ഇത് ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്താണെങ്കിലും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വലിയ മേനി നടിച്ച് ഞങ്ങൾ വളരെ നിരീശ്വരവാദികളാണെന്നും ഞങ്ങൾ വലിയ എന്താ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ദൈവങ്ങൾ ഈ ദൈവങ്ങളാണ്, മാർക്സും എംഗൽസും ഒക്കെ ഞങ്ങളുടെ ദൈവങ്ങളാണ്, ഈ പറഞ്ഞ ദൈവങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ അമ്പലത്തിൽ അഭയം പ്രാപിച്ചു. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, താല്പര്യമാണ്, അവരുടെ ഇഷ്ടമാണ്. അതൊരാൾക്ക് ഭക്തിയിൽ വിശ്വസിക്കാനും. മകൻ വി അരുൺകുമാർ ശബരിമല സ്ഥിരം പോകാറുണ്ടായിരുന്നല്ലോ, നമ്മളത് ഈ കടകംപള്ളിയും ഒക്കെ എല്ലാവരും ശബരിമല ഭക്തരാണ്, ഒരുപാട് പേര് ഭക്തരാണ്. പിന്നെ ശബരിമല ചെന്ന് പിണങ്ങി നിന്നിട്ടുള്ളത് കുറച്ചുപേരേ ഉള്ളൂ. ഒന്ന് ജി സുധാകരൻ, അതുപോലെ കെ രാധാകൃഷ്ണൻ, ഈ പറയുന്ന പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ, അവരൊക്കെ പ്രഖ്യാപിത. പക്ഷേ വി എസ് എനിക്ക് ഓർമ്മയുണ്ട്, ഏതോ ഒരു സ്ഥലത്ത് ഒരു ഭൂമി കയ്യേറ്റവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മലബാറിലാണെന്ന് തോന്നുന്നത്, ഭൂമി ചെന്നപ്പം ഷർട്ട് ഊരിയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വി എസ് രൂപ ഊരിയിട്ട് അവിടെ കയറി ചെന്ന് കയ്യേറ്റം പരിശോധിക്കാൻ പോയതാണ്. അവിടുത്തെ ആചാരം അതാണെങ്കിൽ ശരി, ഏറ്റവും എന്ന് പറഞ്ഞു വിദേശം കയറി വി എസ് അല്ലേ ആള്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണ്? നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം, ഗുരുവായൂർ അമ്പലത്തിൽ മുഖ്യമന്ത്രിയുടെ മകനും കുടുംബവും വന്നു. അതിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രാദേശിക മാധ്യമ രാജു എന്നാണ് അയാളുടെ പേര്. അയാൾ ആ ദൃശ്യങ്ങൾ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട ദേവസ്വം ജീവനക്കാർ പിടിയിടാവനെ എന്ന് പറഞ്ഞു വന്ന് അയാളെ മോഷ്ടാവിനെ പിടിക്കുന്ന പോലെ പിടിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഇതിനകത്തെ ഒരു വലിയ തമാശയൊന്നും ഓർത്തോണം. കോടിയേരി ബാലകൃഷ്ണന്റെ മകനും ഈ പറയുന്ന ഇയാളുടെ മകനും പിണറായി വിജയന്റെ മകനും ഒക്കെ അമ്പലത്തിൽ പോവാം, എളമരം ഹരീബിന് വേണമെങ്കിൽ ഹജ്ജിന് പോവാം, ഇതൊക്കെ ആവും. പക്ഷേ ഒരു പാവപ്പെട്ട സഖാവ് ഇവിടുന്ന് ഒരു കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകണമെങ്കിൽ ആദ്യം ബ്രാഞ്ച് സെക്രട്ടറിയുടെ അനുവാദം മേടിക്കണം. പിന്നെ ഉപരി ഘടകങ്ങൾ ഇത് ചർച്ച ചെയ്യണം. അടുത്തതായിട്ട് LC ചർച്ച ചെയ്യണം, AC ചർച്ച ചെയ്യണം, ഇനി ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യണം, ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യണം. അതിനുശേഷം ഇതൊക്കെ മറ്റേ അഖിലേന്ത്യാ തലത്തിൽ MA സഖാവ് ഒരേ അനുവാദം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. CPMന്റെ ഒരു രീതി അതാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ അന്ധവിശ്വാസികളും ഭക്തന്മാരും CPM നേതാക്കൾ ആണല്ലോ. ഇപ്പോൾ നമുക്ക് VS മന്ത്രിസഭയുടെ കാലത്ത് മൻമോഹൻ ബംഗ്ലാവ് ഉണ്ടല്ലോ, മന്ത്രിമാരുടെ ഔദ്യോഗിക വസതി, അതിന്റെ ഗേറ്റ് പഴയ ഗേറ്റ് അല്ല, നമ്മൾ പണ്ട് അതിൽ പോകുന്നത് നമുക്കറിയാം. ഗേറ്റ് മാറ്റി വെച്ചു, ലക്ഷക്കണക്കിന് രൂപ അടയ്ക്കണം. കാരണം അന്ന് അവിടെ താമസിക്കുന്ന മന്ത്രിക്ക് എന്തോ കാലക്കേട് വരും എന്ന് പറഞ്ഞ ജോലിസ്യം പറഞ്ഞ് ഈ വാസ്തു വിദഗ്ധൻ പറഞ്ഞ് ഈ ഗേറ്റ് മാറ്റാൻ പറഞ്ഞു. ഈ ഗേറ്റ് മാറ്റി വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാര്യം ശരിയാവണം. ഗേറ്റ് മാറ്റി പൊളിച്ച് കളഞ്ഞിട്ട് സർക്കാർ നമ്മൾ ടാക്സ് കൊടുത്ത പൈസ കൊണ്ട് അതിൻ്റെ ഗേറ്റ് അങ്ങ് മാറ്റി. ഇപ്പം പിണറായി വിജയൻ്റെ മകൻ ആദ്യം പിണറായി പോയത് അതിനൊക്കെ അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഇവരിത് മൂടി വയ്ക്കുന്നത്? പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ സംഘടിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപ പരിഹാര ക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. അത്രേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയാനുള്ള കാര്യമാണല്ലോ. അതിന് മുന്നോടിയായിട്ട് ആദ്യം ക്ലിഫ് ഹൗസിൽ പ്രാരംഭ പരിഹാര ക്രിയകൾ ചെയ്തിരുന്നു. കറുത്ത കാറിൽ സഞ്ചരിക്കുന്നു, ക്ലിഫ് ഹൗസിൽ പശുക്കളെ വളർത്തുന്നു. ഇവർ ഗോമാതാവിൻ്റെ ചാണകം എന്ന് പറഞ്ഞ് RSSകാർ വിമർശിക്കുന്ന ആശന്മാരാണ്. അതിനുശേഷമാണ് ആഗോള അയ്യപ്പ സംഗമം. സത്യത്തിൽ പിണറായി വിജയൻ അവിടെ
പൂജ നടത്താൻ വേണ്ടിയുള്ള ഒരു മറ മാത്രമായിരുന്നു. അത് അങ്ങനെ ഒരു വലിയ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് വരെ പിണറായി വിജയൻ അത് നിഷേധിച്ചിട്ടുമില്ല. ആ വിവരം പറഞ്ഞ ഒരാൾക്ക് വരെ ഇവിടെ കേസ് അവിടെയാണല്ലോ പിണറായിയുടെ വിശ്വസ്തനായ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചത് പിണറായി ഒരു ഭക്തനാണ്, കടുത്ത അയ്യപ്പ ഭക്തനാണ് എന്ന് പറഞ്ഞു. എന്നാൽ എന്ത് പറഞ്ഞാലും അപ്പം ആ വേദിയിൽ തന്നെ തിരികെ മറുപടി പറയാറുള്ള പിണറായി വിജയൻ ഇത് മാത്രം നിഷേധിച്ചില്ല. മാത്രമല്ല ആ ചടങ്ങിന് പങ്കെടുക്കാനെത്തിയ പലരും പിന്നീട് അകത്തായി എന്നുള്ളതാണ് വേറെ രസകരമായ കാര്യം അയ്യപ്പ സംഭവത്തിൽ. അതെ, അപ്പം ഈ പിണറായി വിജയൻ തലേന്നേ അവിടെ മരാമത്ത് ഗസ്റ്റ് ഹൗസിൽ വന്നു. പിണറായി വിജയന്റെ താമസത്തോടനുബന്ധിച്ച മരാമത്ത് ഗസ്റ്റ് ഹൗസിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇന്നോവേഷൻസ് നടത്തിയിരുന്നു. 1.5 ലക്ഷത്തിന്റെ കട്ടില വാങ്ങിച്ചുകൊണ്ട് നീട്ടു എന്ന് പറയുന്നു. 1.5 ലക്ഷത്തിന്റെ കട്ടിൽ മൊത്തത്തിലാണെന്ന് പറയുന്നു. എന്താണെങ്കിലും ശരി, അന്ന് നമ്മൾക്ക് കിട്ടിയൊരു വിവരം ഉണ്ടായിരുന്നു. ഈ പിണറായി വിജയന്റെ സന്ദർശനവും ഇദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിലെ താമസം കാരണം മരാമത്ത് ജീവനക്കാർ സഹിതം അവരവരുടെ ഔദ്യോഗിക വാഹനങ്ങളിൽ വെളിയിൽ പാർക്ക് ചെയ്തിട്ട് അതിനകത്ത് കിടന്നുറങ്ങേണ്ടി വന്നു. ഈ മരാമത്ത് ഗസ്റ്റ് ഹൗസിന് ചുറ്റും വലിയ പോലീസ് പ്രൊട്ടക്ഷൻ, ഒരു ഈച്ചയെ പോലും അകത്ത് വിടും. അകത്തുണ്ടായിരുന്നത് ഈ പറയുന്ന കണ്ഠരര് മോഹനര്, അതായത് പിണറായി വിജയൻ തന്നെ വളരെ മ്ലേച്ഛമായ ഭാഷയിൽ പരിഹസിച്ച വിമർശിച്ച ഇയാളും സംഘവുമാണ് അതിനകത്തുണ്ടായിരുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് ആരെയും കടത്തിവിടാതെ അവിടെ പരിഹാരക്രിയകൾ നടന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് പുറത്തു വന്ന വിവരം. അത് ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അറിയാം. പക്ഷേ ഈ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആരും സമ്മതിച്ചില്ല. പിണറായി വിജയന് വേണ്ടി പോലീസ് അവിടെ അതിനകത്ത് വെച്ച് അദ്ദേഹം അയ്യപ്പൻ്റെ പാപ പരിഹാരക്രിയകൾ നിർവഹിച്ചു. പിന്നെ തന്നിൽ വന്നു ചേർന്ന പാപം ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവരും കൂടെ പകർന്നു കൊടുത്താൽ തൻ്റെ പാപത്തിൽ കുറവ്. എൻ ടി രാമറാവു മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സർക്കാർ ചെലവിലാണ് അദ്ദേഹത്തിന് സ്ത്രീ ഇമാതിരി പൂജകൾ ചെയ്യുമായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ആളെ കൂട്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചത്. പക്ഷേ എന്ത് സംഭവിച്ചു? ആരും വന്നില്ല, ഭക്ഷണം കഴിക്കാൻ ആളില്ല, ആരും ഇല്ലാതായിപ്പോയി. അപ്പം ആ രീതിയിൽ കൂടി പിണറായി വിജയൻ അയ്യപ്പനെ പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സിനിമയിൽ ദിലീപിൻ്റെ ഒരു സീനാണ് എനിക്ക് ഓർമ്മ. ദിലീപ് ഇങ്ങനെ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് പറയുകയാണ്, ഞാനിങ്ങനെ പിന്നെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു, ഞാൻ ഇത്ര രൂപയുടെ വഴിപാട് ചെയ്തേക്കാം. അന്നേരം പുറകിൽ നിന്ന് സഹനടൻ ചോദിക്കുന്നത്, അതിന് നിൻ്റെ കയ്യിൽ 50 പൈസ എങ്കിലും ഉണ്ടോ? ചുമ്മാ പറ്റിക്കാവുന്നു ദൈവത്തെ, ചുമ്മാ ഞാൻ പറ്റിക്കാൻ വേണ്ടിയാണെന്ന് എന്ന് പറഞ്ഞ ഒരു പറ്റിപ്പാണ് എവിടെ നടന്നത്? ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടന്നത്. എന്നിട്ട് ആ വേദിയിലോട്ട് കൊണ്ടുവരുന്ന ആരെയാണ്? പിണറായി വിജയന്റെ കൂടെ കൊണ്ടുവരുന്ന സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയന്റെ ഉച്ചഭാഷിണിയായിട്ട് കൊണ്ടു നടക്കുകയാണ്. അതായത് നമ്മൾ ഈ സമരം നിരോധിത മേഖലകളുണ്ട്, അവിടെ ഉച്ചഭാഷണി നിരോധിക്കും. അപ്പം നമ്മളിങ്ങനെ കയ്യിൽ ഒരു ചെറിയ മെഗാഫോണും തൂക്കി ഒരു ഇതുപോലൊരു സാധനം ചെറിയൊരു മൈക്രോഫോണിൽ കൂടെ പിന്നെ കഷായ ചുക്ക് കച്ചവടക്കാരൻ അങ്ങനെ ഈ കൊട്ടൻ ചുക്ക് അത് തൈലം എന്നൊക്കെ പറയുന്ന പോലെ പിണറായി വിജയന്റെ ഒരു നാവാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ. അതേ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ കയറി പിണറായി വിജയൻ തികഞ്ഞ അയ്യപ്പ ഭക്തനാണെന്ന് പ്രഖ്യാപിക്കുന്നു. പരിഹാരക്രിയയുടെ ഭാഗമായിരിക്കണം ഇദ്ദേഹം. അയ്യപ്പ ഭക്തനാണെന്ന് നാട്ടുകാരെ അറിയിക്കേണ്ടതാണ്, പ്രാർത്ഥിക്കുന്നുള്ളതാണ്. പിന്നീട് വരുന്നതാണ് നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു സംഭവം. ഒരു വലിയ അയ്യപ്പ വിഗ്രഹം കൊണ്ടുവന്ന് കൊടുക്കുന്നു പിണറായി വിജയൻ. അദ്ദേഹം അത് ഭയഭക്തി ബഹുമാനത്തോടെ ഏറ്റുവാങ്ങുന്നു, മാറ്റിവെക്കും. അപ്പോൾ എന്നിട്ടാണ് വെള്ളാപ്പള്ളി അവിടെ പ്രസംഗിക്കുന്നത്. പിണറായി വിജയൻ ഈ അയ്യപ്പ ഭക്തനാണ്. സാധാരണ ഒരു വേദിയിൽ നിന്നാൽ എന്തെങ്കിലും ഒരു മോശം പരാമർശം എവിടെ നിന്നെങ്കിലും, ഒരു പ്രാസംഗികർക്കിടയിൽ നിന്നായിക്കോട്ടെ, സൈഡിൽ നിൽക്കുന്ന കട്ടം വലിക്കുന്നവൻ്റെ ഇടയിലായിക്കോട്ടെ, ഇടയ്ക്ക് സെൽഫി എടുക്കാൻ ചെല്ലുന്നവനായിക്കോട്ടെ, അങ്ങനെ ചെന്നാൽ ആദ്യം മുഖം കറുപ്പിച്ച് ഈ മുഖമെല്ലാം കൂടെ ഉരുണ്ടുകൂടി ക്രുപ്തനായിട്ട് അമ്മാതിരി പണിയൊന്നും വേണ്ട എന്ന് പറയുന്ന ആളാണ്. ഒരു പാവം പിടിച്ച ഒരു അനൗൺസർ പിണറായി വിജയനല്ലേ ഒന്ന് പൂഴ്ത്തിയേക്കാമെന്ന് വിചാരിച്ച് 2 ഡയലോഗ് വിട്ടതേ ഉള്ളൂ. അമ്മാതിരി പറച്ചിലൊന്നും വേണ്ട, അമ്മാതിരി ഒന്നും വേണ്ട എന്നത് പറഞ്ഞ പോലെ അങ്ങനെ ഒരു തന്നിലുണ്ടായിരുന്ന ഭക്തി കപടമാർഗത്തിലൂടെ നാട്ടുകാരെ അറിയിച്ച ആളാണ് പിണറായി വിജയൻ. ഏതായാലും കുടുംബപരമായി അദ്ദേഹം വലിയ മഹാഭക്തനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. പിണറായി വിജയന് മനസ്സിലായി സംഗതി പോവും, കൈവിട്ടു പോകും. കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിന് വേണ്ടിയാണ് മകൻ അവിടെ പ്രാർത്ഥിക്കാൻ ചെന്നതെന്നാണ് പൊതുവെ ഇവിടെ നടക്കുന്ന വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. എങ്ങനെയാണ്? മാത്രമല്ല ഇതിൽ വളരെ വിചിത്രവും രസകരമായ മറ്റൊരു സംഭവം കൂടെയുണ്ട്. കഴിഞ്ഞ വർഷം പിണറായി വിജയൻ്റെ മകള് അവിടെ തഞ്ചാവൂർ ദർശനം നടത്താൻ പോയിരുന്നല്ലോ. അത് ഏപ്രിൽ മാസത്തിലായിരുന്നു, ഇത് ഏപ്രിൽ മാസത്തിലാണ്. ഈ ഏപ്രിൽ മാസം ഇവരും തമ്മിൽ എന്തെങ്കിലും ജ്യോതിഷപരമായ വല്ല കാര്യം ഉണ്ടോ എന്ന് ഉണ്ടാവണം, ഒരു ബന്ധങ്ങൾ. അത് ഏപ്രിലാണ്, ഇത് ഏപ്രിലാണ്. എനിക്ക് തോന്നുന്നത് അച്ഛന് വേണ്ടി വഴിപാട് കഴിക്കാൻ വേണ്ടി മക്കൾ രണ്ടുപേരും പോയിരിക്കും. അപ്പം പറയുമ്പോൾ നമുക്ക് പുറത്ത് പറയാം, പിണറായി വിജയൻ അല്ലല്ലോ,
അത് മക്കളുടെ ചോയ്സാണ്. മക്കളുടെ ചോയ്സാണ്. മക്കൾക്ക് ഇപ്പം എന്താ? ഞാനൊരു നിരീശ്വരവാദിയാണ്, ഉം. ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളല്ല, പക്ഷേ എൻ്റെ മക്കൾ പോയി എനിക്ക് വേണ്ടി ഒരു പ്രസാദം കഴിപ്പിക്കുകയാണ്, അല്ലെ എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ചെന്ന് ഇതിങ്ങനെ ചെയ്യുകയാണ്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മമ്മൂട്ടിയുടെ അസുഖം മാറാൻ വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ ഒരു വഴിപാട് കഴിപ്പിച്ചത് എന്തോ വേണ്ടി വിവാദമായി ഇല്ലേ? അതെ അതെ. ആ മമ്മൂട്ടി വിശാഖ നക്ഷത്രം എന്ന പേരിൽ അവിടെ അല്ല, ഒരു ഈ മൃത്യുഞ്ജയ ഹോമം. പിണറായിയുടെ മകള് അമ്പലത്തിനകത്ത് കയറി പോയതിനു ശേഷം തിരിച്ച് താഴെ ഇറങ്ങി വരുമ്പോഴാണല്ലോ നമ്മുടെ സഹപ്രവർത്തകരുന്ന ശീതൾ അത് ചിത്രീകരിച്ചത്. ഇപ്പൊ ശീതളിസോ എന്ന പേരിൽ ശീതളിസ. നല്ല ഹിറ്റായിട്ട് ഓടുന്ന ശീതൾ നമ്മുടെ സ്റ്റാഫായിരുന്നു. ആയിരുന്നു. അപ്പം ശീതൾ അത് ചിത്രീകരിക്കുന്നു. ശീതൾ ആരാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ഈ മകളും ഭാര്യയൊക്കെ മിണ്ടാൻ നോക്കിക്കൊണ്ടത്. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാർ സെൽഫി എടുക്കുന്ന ചില ദൃശ്യങ്ങളുണ്ട്. മകള് അതിൽ ആദ്യം ചെയ്യുന്ന കാര്യം ഈ നെറ്റിലിട്ടിരുന്ന അകത്ത് കയറിയപ്പം ഇട്ട് കൊടുത്ത ചന്ദനവും കുങ്കുമാണെന്ന് തോന്നുന്നു, അതൊക്കെ മാച്ച് കളയുന്നുണ്ട്. അതെ, ഇവരാരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇവരാരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പം എന്താണെങ്കിലും പിണറായി വിജയന് ഈ ജീവിത അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ, അതായത് ജീവിത സായനത്തിലേക്ക് അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര വലിയ നിരീശ്വരവാദിക്കും ഭക്തി ഉണ്ടാകുന്ന ഒരു സമയമാണ്. നമ്മുടെ വലിയ വലിയ നക്സലൈറ്റുകൾ, ഫിലിപ്പം പ്രസാദ്, പിന്നെ സായിബാബ ഭക്തനായ ഭക്ത, വേറെ ആരെയും കിട്ടിയില്ലെന്നുള്ളത്. അത് എന്നും വേണ്ട. നമുക്ക് ടി.എസ്. തിരുമുമ്പിന്റെ കാര്യമൊക്കെ. ടി.എസ്. തിരുമുമ്പ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്നു. ഒരുപക്ഷെ EMS-നെക്കാളും വേണമെങ്കിൽ സൈദ്ധാന്തിക വിഷയങ്ങൾ ഒരുപടി മുന്നിൽ നിന്നിരുന്ന ആളെന്ന് പറയാനുള്ള ആളാണ്. അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആത്മകാലത്തിൽ തിരിഞ്ഞു. ഈ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഈ നമ്മുടെ രവിവർമ്മ തമ്പുരാൻ മനോരമയിൽ അദ്ദേഹം നോവൽ എഴുതി, ഒരു ഭയങ്കരാമുടി എന്ന് പറഞ്ഞ് ഒരു നോവൽ എഴുതി. അപ്പോൾ ആ ഭയങ്കരാമുടി എന്ന് പറയുന്ന ആ സങ്കല്പ ലോകത്തെ വെച്ചിട്ട് അദ്ദേഹം അതിൻ്റെ ഒരു തുടർച്ച പോലെ ഇരുമുടി, മുടിപ്പേച്ച് എന്നൊക്കെ കുറേ നോവലുകൾ. അപ്പോൾ അതിലൊക്കെ ഇതേപോലൊരു ഭരണാധികാരിയെക്കുറിച്ച് പറയും. പിണറായി വിജയന് സമ്മാനമായ ഒരു ഭരണാധികാരി. ഈ പിണറായി വിജയൻ്റെ കാലത്ത് കേരളത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പ്രവചന സ്വഭാവമുള്ളൊരു നോവലാണ്. അതിനകത്ത് ഈ ഭയങ്കരാമുടി മൂപ്പൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ ഭയങ്കരാമുടി മൂപ്പൻ അവസാനം വലിയ വിശ്വാസിയായി മാറുന്നതാണ് ആ നോവലിൻ്റെ ഒരു ഇതിവൃത്തം. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ ആ നോവലിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഈ നോവലൊരു സീരീസ് പോലാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് ഈ പിണറായി വിജയൻ്റെ ഓരോ കാര്യങ്ങളും നടന്നു പോകുന്നത്. അതായത് ഏറ്റവും വലിയ അന്ധവിശ്വാസിയായിട്ട് പുറമേ നടിക്കുന്ന ഇയാൾ വലിയ ഒരു വിശ്വാസിയായിട്ട് മാറുകയാണ്. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ വിശ്വാസിയാകും എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ പലരും പറയാറുള്ള കാര്യം നമ്മുടെ സാക്ഷാൽ വാൽമീകി അതിനു മുമ്പ് അദ്ദേഹം ഒരു കൊള്ളക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഭാഷ അറിയില്ലായിരുന്നു, അദ്ദേഹത്തിന് ഈശ്വരനാമം ജപിക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ആ മരം ഈ മരം ജപിച്ചാണ് രാമരാമ ആയതെന്നാണ്. അങ്ങനെ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് പോലും ആത്മീയ മാർഗത്തിലേക്ക് തിരിയാമെങ്കിൽ പിന്നെ ആർക്കും ആകാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ദൈവവിശ്വാസമൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു പക്ഷേ മാർക്സിയൻ സിദ്ധാന്തങ്ങളെ കാലഹരണപ്പെട്ടതാണ്. ഇനി ആധുനിക കാലഘട്ടത്തിൽ ഒരു എന്ന് EP പറഞ്ഞല്ലോ, ഇനിയും നമ്മൾ കട്ടം ചായയും കുടിച്ച് മുറി വീടിയും വലിച്ച് വരപ്പെടുന്നോണ്ടിരുന്നാൽ മതിയോ, അതൊന്നും പോരാ എന്ന് പറഞ്ഞല്ലോ. ആ ലൈനിലേക്ക് വരുന്നു ഇനി ഒരു ശ്രീകൃഷ്ണനെ വരെ കുഴിമന്തി തീറ്റിക്കുന്ന നാടാണ്. ശ്രീകൃഷ്ണനെ വരെ വിഷക്കടിയായിട്ട് കുഴിമന്തി കൊടുത്ത നാടാണ്. ഇവിടെ ഇപ്പൊ കുഴിമന്തി തിന്നുന്ന കാലത്തിലേക്ക് നമ്മൾ മാറി. അതെ, അല്ല നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരാൾ വിശ്വാസിയായിരിക്കുക എന്നുള്ള മോശ കാര്യമൊന്നുമില്ല. ഞാൻ പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തമ്പാനൊരു ട്യൂഷന് പോകുന്ന സമയത്ത് കാണുമായിരുന്നു. അതിരാവിലെ ചെല്ലും EMS-ന്റെ ഭാര്യ ആര്യാന്തർജന, അവർ ആ ഗാന്ധാരമ്മ തൊഴാൻ വേണ്ടി ഇങ്ങനെ നടന്നു വരുന്നത് കാണാൻ. അക്കാര്യത്തിൽ യാതൊരു രഹസ്യമില്ലായിരുന്നു. അവരൊരു വിശ്വാസിയാണ്. EMS ഇത്രയും സൈദ്ധാന്തികനാണെങ്കിൽ പോലും അതിൻ്റെ ഭാര്യ അമ്പലത്തിൽ പോകുന്നതിനെ ആരെങ്കിലും എതിർക്കുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ ലോകമാണ്. ഈ അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ നമ്മൾ എതിർക്കണം. പിന്നെ വിശ്വാസം എന്നുള്ളത് പക്ഷേ ആ വിശ്വാസത്തെ നിങ്ങൾ എതിർക്കുന്നെങ്കിൽ നിങ്ങൾ എല്ലാ മതവിഭാഗങ്ങളുടെയും വിശ്വാസത്തെ എതിർക്കണം. നിങ്ങൾക്ക് ഒരു ഹിന്ദു മതത്തിന്റെ വിശ്വാസത്തെ മാത്രം നിങ്ങൾ എതിർത്താൽ പോരാ. നിങ്ങൾ ക്രിസ്ത്യാനിയെ എതിർക്കണം, നിങ്ങൾ മുസ്ലിമിന്റെ വിശ്വാസത്തെ എതിർക്കണം, സിഖ് മതക്കാരുടെ വിശ്വാസത്തെ എതിർക്കണം. ഓരോ വിശ്വാസവും വിചിത്രമാണ്, അല്ലേ? നമുക്കറിയാം എല്ലാ വിശ്വാസങ്ങളും വിചിത്രമാണ്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം ഒരു പരിധി വരെ ഇതൊന്നും ഉള്ള കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും നമ്മൾ ഒരു എന്തിലൊന്ന് വിശ്വസിക്കേണ്ടതിന് വേണ്ടി മനസ്സമാനം ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ ഒരു മനുഷ്യന് വെപ്രണം വരുമ്പോഴും കഷ്ടാലം വരും, ദൈവം എന്നെ രക്ഷിക്കണമെന്നെങ്കിലും പ്രാർത്ഥിക്കാനുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതിന് നമ്മൾ ഒരിക്കലും അതിന് നമ്മൾ എന്തിനാ മടിക്കുന്ന? മറ്റുള്ളവർ കാണാതെ തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ പോയി ഭഗവാനെ തൊഴേണ്ട കാര്യം എന്നാണ്. ഇപ്പം ഇദ്ദേഹം ഗുരുവായൂർ സന്ദർശിക്കുന്ന സമയത്ത് കൈ ചൂണ്ടി അങ്ങോട്ട് ചോദിച്ചു, അവിടാണോ കൃഷ്ണ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഇയാൾ ശബരിമല പോയി. ഇയാൾ ശബരിമലയിൽ ഇദ്ദേഹത്തെ ആരും ക്ഷണിച്ചില്ല, ഇദ്ദേഹം തന്നെ പോയത്. ശബരിമല എങ്ങനെ ഉണ്ടെന്ന് കാണാൻ പോയ ഇദ്ദേഹം ഈ ശ്രീകോവിലിന് മുമ്പിൽ ഞാൻ അയ്യപ്പനേക്കായി വലിയ ആളാണെന്ന് പറഞ്ഞാണ് ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ ഹൈന്ദവ വിശ്വാസികളാണ്,
നമ്മളിപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിയിലോട്ട് കയറുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ അറിയാതെ നമ്മളൊന്ന് വണങ്ങത്തില്ല. അതെ, വണങ്ങണമല്ലോ. വണങ്ങണം. ഞാനിപ്പം അമ്പലത്തിൽ പോകുന്ന ഒരാളല്ല, പക്ഷെ ഞാൻ പള്ളിയിൽ കയറുമ്പോൾ ഞാൻ വണങ്ങാറുണ്ട്. എന്താണ് വണങ്ങാറുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഈശ്വരനെ വണങ്ങരുത്, നമ്മൾ ആ വിശ്വാസത്തെ ഒന്ന് ബഹുമാനിക്കുക അല്ലേ. പിന്നെ നമ്മൾ അത് ആ ഒരു ബഹുമാനം മതി, വേറൊന്നും വേണ്ട. നിങ്ങൾ എത്ര വലിയ നിരീശ്വരവാദി ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, നിങ്ങൾ അംഗീകരിക്കണ്ട, പക്ഷെ നമുക്കൊന്ന് ബഹുമാനിക്കാമല്ലോ. പിന്നെ ചെറിയ തോതിലൊന്ന് ബഹുമാനിക്കാം. അപ്പം അങ്ങനെ ഒരു ബഹുമാനവും ഇല്ലാതെ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന ആളാണ് പിണറായി വിജയൻ. മാളികപ്പുറവും ചുറ്റിക്കണ്ട്, പക്ഷേ വന്ന ഇദ്ദേഹം വളരെയധികം ബഹുമാനത്തോടെ ഈ വാവര് നടയ്ക്ക് മുമ്പ് നിൽക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ നിന്ന് അവിടുത്തെ പ്രസാദം ഉണ്ട്, കൽക്കണ്ടം പോലും സാധനം വാങ്ങിച്ച് തിന്നുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അവിടെ എന്താണ്, അവിടെ അയ്യപ്പനിൽ അദ്ദേഹത്തിന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടോ മാളികപ്പുറത്ത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടോ അല്ല, വാവര് സ്വാമിയിൽ അദ്ദേഹത്തിന് വിശ്വാസം കൂടുതലുണ്ടായിട്ടും അല്ല. ഇതൊക്കെ വെറും നാട്യങ്ങളാണ് ആണല്ലോ. ഇത് പൊളിറ്റിക്കൽ തട്ടിപ്പാണ്. കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തെ, ഒരു മതന്യൂനപക്ഷത്തെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇവരുടെ പല പ്രവർത്തനം കാണാൻ നോക്കാൻ തോന്നാറുണ്ടല്ലോ. അതാണ് സംഭവിക്കുന്നത്. ഈ ഇങ്ങനത്തെ ഹിന്ദു പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദു അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ വളരെ സ്ട്രോങ് ആയി ഇടപെടുകയും അല്ലാത്തടത്ത് വരുമ്പോൾ അന്ന് മൈൽഡായിട്ട് പതുക്കെ ഒന്നങ്ങ് മാറിപ്പോയ രീതിയാണ്. പക്ഷേ മതന്യൂനപക്ഷങ്ങൾ ഇവരുടെ കാപട്യം തിരിച്ചറിഞ്ഞു. അവിടെയാണ് ഇവരുടെ പരാജയം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പരാജയപ്പെട്ടത് എങ്ങനെയാണ്? ഇവരുടെ ഇരട്ടത്താപ്പും ഈ തട്ടിപ്പും തരികിടയും കള്ളത്തരവും മുഴുവൻ നാട്ടുകാർക്ക് മനസ്സിലായി. ഇവരുടെ ഇപ്പം തന്നെ നമ്മൾ എന്തിനു കൂടുതൽ എങ്ങും പോകണ്ട, കുംഭമേള പെൺകുട്ടിയെ വൈറൽ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ കല്യാണം കഴിക്കാൻ ഇവിടുത്തെ നിയമങ്ങൾ മറികടന്ന് ശ്രമിച്ചു. അന്ന് മാത്രമല്ല, ഇപ്പോഴും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. XRY കുട്ടിക്ക് പ്രായപൂർത്തി ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ. പക്ഷെ ഇങ്ങനെ ഒരു കാലഘട്ടം വരുമ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ, അതിനെ വളർത്തി വലുതാക്കിയ അച്ഛൻ 18 വയസ്സ് അങ്ങോട്ട് തികയുന്ന ഒരു കുട്ടിയാണ്, കണ്ണുനീരോടെ ഇവിടെ നിന്ന് കരയുമ്പോൾ അയാളെ സഹായിക്കാൻ ഒരാളും ഇല്ല ഇവിടെ. അപ്പോൾ ഇവരിവിടെ മഹത്വമായ മാതൃക കാണിച്ച് മുന്നോട്ട് പോകണം. എന്തിനു വേണ്ടി? ഇവരൊക്കെ കാണിക്കുന്ന ഇപ്പം ഈ പറയുന്ന ഈ മുന്നിൽ നിൽക്കുന്ന നേതാക്കന്മാരെല്ലാം ഈശ്വരവിശ്വാസികളാണെന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു നാണക്കേടുള്ളത് പോലെ. അല്ല, അത് ഇവരെ സിദ്ധാന്തത്തിന്റെ പ്രശ്നമാണ്. ഈ പഴയ സിദ്ധാന്തങ്ങളാണ്, സിദ്ധാന്തങ്ങളനുസരിച്ച് ദൈവത്തിനെ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ നമ്മുടെ എനിക്ക് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായിരുന്ന ഒരു വലിയ വ്യക്തി, അതിൻ്റെ മകനുണ്ട്. അദ്ദേഹം സദാസമയം പറയും കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് അദ്ദേഹം എപ്പോഴും വിളിക്കും. ഇരിക്കുമ്പോൾ ഇങ്ങനെ എണീക്കച്ചൻ പറയും കൃഷ്ണ ഗുരുവായൂരപ്പ. ഒരു ദിവസം ചോദിച്ചു അദ്ദേഹത്തോട്, ഇത് അതൊരു കാര്യമൊന്നുമില്ല, ഞാൻ പണ്ട് പോലെ ഇങ്ങനെയാണ്, ഞാൻ പണ്ട് അമ്പലത്തിൽ പോയി, അതിന് എൻ്റെ വീട്ടുകാരെന്നെ തടഞ്ഞിട്ടുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പം പിണറായി വിജയന് വേണ്ടി മകൻ ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു വിഷയമല്ല. അതെ. അപ്പോൾ അയാളുടെ പടമെടുത്തു എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമാണ്. പിണറായി വിജയന്റെ മകനാണെന്ന് ഒരുപക്ഷെ ആരും തിരിച്ചറിഞ്ഞുണ്ടാവില്ല. ഇതെന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത് ചോർന്നു. മാത്രമല്ല, ഇയാൾ നേരത്തെ വരുമായിരുന്നു പോലും ഇവിടെ അന്ന് ആരും അറിഞ്ഞിട്ടില്ല. അന്ന് അവിടെ ഏതോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ റിട്ടയർ ഒരാളുടെ ചുമതല ഉണ്ടായിരുന്ന അയാളാണ് കൊണ്ടുപോയി കോഴിക്കോടുകാരൻ ആയിരുന്നു എന്ന് പറഞ്ഞു. ആളാണ്. അത് ഞാനും ഇങ്ങനെ കേട്ടു. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ അതീവ രഹസ്യമായിട്ട് വന്നു. പക്ഷേ ഇയാളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഇത് ചോർന്നു. ദേവസ്വത്തിൽ നിന്നോ പോലീസിൽ നിന്നോ ചോർന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ നടക്കുന്ന ശ്രമം. അത് എതിലേ ചോർന്നെന്ന് പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ വന്നു, അയാളുടെ പടം എടുത്തു. അപ്പം അയാളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ മകൻ വന്ന് ഒരു പടം എടുക്കുക എന്നുള്ളത് ഒരു മാധ്യമപ്രവർത്തകന്റെ ജോലിയാണ്. പിന്നെ അവൻ വാർത്തയൊന്നും കൊടുത്തില്ലല്ലോ. വാർത്ത കൊടുത്ത പിണറായിയുടെ എന്ത് വാർത്ത അതിനകത്ത് കൊടുക്കാനുള്ള? പിണറായിയുടെ മകൻ ദർശനം നടത്തിയെന്നൊരു വാർത്തയാണ് നമ്മുടെ ചാനലുകളിലെല്ലാം വന്നത്, ഗുരുവായൂർ ദർശനം. അതിനകത്ത് എന്ത് ഇതാ ഉള്ളത്? ഒരു കാര്യമില്ല. ജസ്റ്റ് അവരും അതേ ചെയ്തുള്ളൂ. ഇയാൾ ഇതുപോലൊരു വാർത്ത എടുത്തു. പക്ഷെ അത് വിവാദമാക്കിയതും ഇവരുടെ അനാവശ്യമാണ്. അപ്പോൾ ഇവർക്ക് എന്തോ മറയ്ക്കാനുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമല്ലോ. ഈ മകൻ എന്തിനാണ് വന്നത്? എങ്ങനെ പ്രത്യേക പൂജ നടത്താനാണോ? അച്ഛൻ്റെ പേരിൽ അങ്ങനെ വല്ല വഴിപാടും കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ആളുകൾ അവിടെയാണ് പ്രശ്നം. അത് അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് കഴിച്ചു എന്നുള്ളത്. എന്താണ് സംഭവിച്ചത്? ശബരിമല മോഹൻലാൽ വരുന്നു, ദർശനം നടത്തുന്നു, അദ്ദേഹം വഴിപാട് കുറിക്കുന്നു. ഈ വഴിപാട് രസീത് അപ്പം തന്നെ ദേവസ്വം ബോർഡുകാർ എടുത്ത് പടം എടുത്ത് കാടാമ്പുഴയിൽ പൂമുടൽ നടത്തിയ പോലെ ഇരിക്കും. ഇതെടുത്ത് വെളിയിൽ കൊടുത്തു എന്ന് മാത്രമല്ല, അത് വലിയ വിവാദമായി മാറി. മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വന്ന് അത് പ്രശ്നമായി. മോഹൻലാലിന് അതിനകത്ത് അതൃപ്തിയായി. കാരണം അദ്ദേഹം പേഴ്സണലായിട്ട് ഇതേപോലെ പിണറായി വിജയൻ ഇന്ന നക്ഷത്രം എന്നും പറഞ്ഞ് എത്ര രസീത് അവിടെ വന്നിട്ടുണ്ടാവും എന്ന് നമുക്ക്. ഇനിയിപ്പം മീശമാധവൻ സിനിമയ്ക്കകത്ത് പേര് വിളിച്ച് പറയാതെ വെടിവെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച പോലെ എനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെ പേര് എഴുതാതെ തിരുമേനിയോട് പറഞ്ഞു കാണും ഇന്ന പിണറായി വിജയൻ നാമസ്യ എന്ന് പറഞ്ഞ് ഇത് ചെയ്യാൻ.
അല്ലാതെ ഇത്രയും ഒരു മറച്ചു വെക്കേണ്ട കാര്യം എന്താണ്? അമ്പലത്തിൽ പറ്റുന്ന ശരി, അയാൾ വീഡിയോ എടുത്തോളം പറഞ്ഞു, അല്ലാതെ ഈ കാര്യം എല്ലാ നേതാക്കന്മാരെ മക്കൾ അമ്പലത്തിൽ പോയല്ലേ, പിന്നെ പിണറായിമാരെന്നാണ് കുഴപ്പം. പക്ഷേ ഇങ്ങനെ ഒരു പെരുമാറുമ്പോൾ അസ്വാഭാവിക രീതിയിൽ ഇവർ പെരുമാറ്റം വരെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിലെന്തോ കുറച്ച് മറച്ചു വെക്കാം. അതാണ് എപ്പോഴും അങ്ങനെയാണല്ലോ വരുന്നത്. ഇപ്പം ഈ പറയുന്ന പത്രപ്രവർത്തകനെതിരെ കേസ് എടുക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അയാളെ കള്ളക്കേസിൽ കൊടുക്കാൻ നീക്കമാണ്. കള്ളക്കേസ് എന്ന് പറയുന്നത് പിണറായി സർക്കാരിന് ഒരു പുത്തരിയല്ല, കംപ്ലീറ്റ് കള്ളത്തരത്തിൽ മുങ്ങി നിൽക്കുന്നു. പിന്നെ കംപ്ലീറ്റ് കള്ളത്തരത്തിൽ മുങ്ങി. ഇന്നിപ്പോൾ നമ്മൾ വയനാട്ടിലെ നൗഫലുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. അപ്പൊ നൗഫലുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ നൗഫൽ പറഞ്ഞ ഈ വീട് പണിയുന്നത് ശ്രദ്ധിക്കാൻ സർക്കാരിന്റെ ഒരു സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. കുറെ കരാറുകാർ വരുന്നു, ഇത് പണിയുന്നു, പോകുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന 6 ഇഞ്ച് കനത്തിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി അതിന് മേൽക്കൂര ഇട്ടിട്ടുണ്ട്. ഇനി ഈ ചോർച്ച തടയണമെങ്കിൽ 3 ഇഞ്ച് കനം കൂടെ വരും. ഈ 3, 6, 3, 9 ഇഞ്ച് കനത്തിലുള്ള കോൺക്രീറ്റ് ഇവിടുത്തെ ഒരു ഏറ്റവും ബലവത്തായ ഒരു കെട്ടിടത്തിന് പോലും ഇത് താങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം. ഇത് ഇടിഞ്ഞു പറഞ്ഞ് അവരെ തലയെ വീഴുമോ എന്നുള്ള സംശയം 1. 2, ഈ പറയുന്ന വിള്ളൽ എന്ന് പറയുന്നതിനെ എതിരെ മന്ത്രി വന്നിട്ട് അയാളെ അധിക്ഷേപിച്ചു. മന്ത്രി വന്ന അയാളെ ചൊരണ്ടി അയാളെ അധിക്ഷേപിച്ചു. അയാൾ പറയുന്നത് എന്താണ്, ഈ വീടിന് പിന്നെ ചോർച്ചയുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ ചോർച്ച ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല ഈ വീട് ഇവർക്ക് ഇതുവരെ കൈമാറി കിട്ടിയിട്ടില്ല. ലോട്ടിട്ടപ്പോൾ കിട്ടിയ നമ്പർ, ആ നമ്പർ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ വീടാണ് ഞാൻ നേരത്തെ അവരുടെ കൈ കുറച്ച് പട്ടയം മാത്രമാണ് വെച്ചു കൊടുത്തത്. എന്നിട്ട് വീട് കൈമാറി എന്ന് പറഞ്ഞ് ഇവിടെ മുഴുവൻ വാർത്ത കൊടുത്ത ഈ സർക്കാരിന് മൊത്തം വ്യാജനാണ്. ഇവർ മുഴുവൻ വ്യാജനാണല്ലോ. ഈ വ്യാജമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രചരിപ്പിച്ചതിന് ശേഷം ഈ വീടുകളെല്ലാം തട്ടിക്കൂട്ടാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇത് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് പറഞ്ഞ് ഇത് നേരിടേണ്ടി വരുന്നത് കൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടാക്കിയത്. മാത്രം എനിക്ക് തോന്നിയിട്ടുള്ള 57 ഈ ആദ്യ ഐക്യകേരളം രൂപീകരിച്ചതിന് ശേഷമുള്ള മന്ത്രിസഭകളിലൊക്കെ തന്നെ ഒരു മുഖ്യമന്ത്രി ആദ്യമായിട്ട് താനൊരു ഭക്തനാണെന്ന് പരസ്യമായി അങ്ങനെ ഒരു പ്രഖ്യാപിച്ചു നടന്നാൽ കെ കരുണാകരനാണ്. എല്ലാ മലയാളമാസം 1-ാം തീയതി അദ്ദേഹം ഗുരുവായൂർ പോകുമായിരുന്നു, അതിൽ അദ്ദേഹം എല്ലാ ക്ഷേത്രങ്ങളിലും പോകുമായിരുന്നു. പക്ഷേ അതേ സമയം അദ്ദേഹം മറ്റ് വിശ്വാസങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം അതുപോലെ അദ്ദേഹം ആദരിച്ചിരുന്നു. അദ്ദേഹം ക്രൈസ്തവ സഭകളുമായും അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളൊക്കെ തന്നെ അത്ര അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നില്ല അക്കാലത്ത്. അദ്ദേഹം ഒരു നല്ല ഹിന്ദുവായി ജീവിക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റുള്ളവരുമായും അദ്ദേഹം ആ സഹവർത്തത്തിൽ പോകാൻ തന്നെ കഴിഞ്ഞിരുന്നു. അത് മികച്ച മാതൃകയാണ് കെ കരുണാകരൻ അക്കാര്യത്തിലൊക്കെ. ഇത്തവണ ഇവർ ശ്രദ്ധിച്ച ഒറ്റ കാര്യമുള്ളൂ, ന്യൂനപക്ഷ വോട്ട് കിട്ടില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന എന്താണ്, ഭൂരിപക്ഷത്തെ തന്നെ എടുക്കുക, ഹിന്ദു വോട്ടുകൾ പരമാവധി ആയിരിക്കുക. ആ രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് വർഗീയ പ്രസ്താവനകൾ നടത്തിച്ചത്. മനസ്സിലായില്ലേ? വർഗീയ പ്രസ്താവന നടത്തിച്ച വെള്ളാപ്പള്ളി നടേശനെ ഇവർ പിന്തുണച്ചതിനാണ്. ഇവർക്ക് ഡയറക്റ്റ് വർഗീയ പ്രസ്താവന നടത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെറ്റൊന്നുമില്ല. എന്താണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കെതിരെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഒരു മുസ്ലിമായിട്ടുള്ള പത്രപ്രവർത്തകനോട് അവൻ്റെ മതം ചോദിച്ച് അവനെ ആക്രമിക്കാൻ ചെന്നയാളാണ് വെള്ളാപ്പള്ളി, അല്ലേ? അപ്പൊ അത് ഓരോരുത്തർ പറയുന്നത് കേട്ടോ. വെള്ളാപ്പള്ളി നടേശൻ അവന്റെ സമുദായത്തിന് വേണ്ടി ഇതര സമുദായത്തെ ഈഴ്ത്തിക്കെട്ടുക അല്ല ഒരു സമുദായ നേതാവും ചെയ്യേണ്ടത്, അല്ലേ? നിങ്ങളുടെ സമുദായത്തിന് നിങ്ങൾ നേടിയെടുക്കുക, ഒറ്റ സമുദായത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കയറി ഇടപെടാൻ പാടില്ല. സ്വന്തം സമുദായത്തിന് എന്താണ് നേടിയെടുത്തതെന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. അതെ, നിങ്ങളുടെ സ്വന്തം പോക്കറ്റ് നേടിയെടുക്കാൻ വേണ്ടി, നിങ്ങൾ സമുദായത്തെ പോക്കറ്റിൽ എടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തു. സുപ്രീം കോടതി കേസ് ഉണ്ടായിരുന്നു, ഇന്ന് സുപ്രീം കോടതി കേസ് ഉണ്ടായിരുന്നു. അത് വെള്ളാപ്പള്ളിക്ക് വലിയ തിരിച്ചടിയായി. 4 അപ്പീലായിരുന്നു സുപ്രീം കോടതി പോയി. അതായത് നമ്മുടെ എല്ലാവർക്കും വോട്ടവകാശം SNDP യോഗത്തിൽ, പിന്നെ സ്ഥിരാംഗമായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്ക് വോട്ടവകാശം എന്ന് പറഞ്ഞ് ജസ്റ്റിസ് TR രവി അത് അംഗീകരിച്ചതാണ് നമ്മുടെ കേരള ഹൈക്കോടതി. എന്നാൽ ജസ്റ്റിസ് സ്നേഹലതയും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇതിനെ അസ്ഥിരപ്പെടുത്തിയതിനു ശേഷം കേന്ദ്ര സർക്കാരിനോട് അതിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ, നടപടിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ കേന്ദ്ര സർക്കാർ ഹിയറിംഗിന് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഇന്നിപ്പം അതിന്റെ പശ്ചാത്തലത്തിൽ ഇവർ ഇവിടേക്ക് പോയി, സുപ്രീം കോടതിയിൽ പോയി. ഈ സുപ്രീം കോടതിയിൽ അപ്പീൽ ഇന്ന് പരിഗണിക്കുമ്പോൾ ഓർത്തോണം, ഇന്ന് ഭരണഘടനാ ബെഞ്ചിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണല്ലോ, ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് കർശന വാദം നടന്നു, കടുത്ത വാദം നടക്കുന്നു. അവിടെ നമ്മുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അടക്കം ആ വാദം നടക്കുന്ന ബെഞ്ചിലാണ് ഉള്ളത്. അപ്പോഴാണ് ഇവിടെ ഈ കേസ് പരിഗണിക്കുന്നത്. മറ്റൊരു ബെഞ്ചിൽ ഇത് പരിഗണിക്കുന്നതല്ല, തുഷാർ മേത്ത അടക്കം അത് ഇവിടേക്ക് വന്നിട്ട് ഈ കേസ് അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല, ഹർജി ഫയലിൽ സ്വീകരിക്കാൻ പാടില്ല. പക്ഷേ സുപ്രീം കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിനോട് കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. കേരള സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് ഒരു കുഞ്ഞും അവിടെ ഇല്ല. വെള്ളാപ്പള്ളി നടേശനെ തടഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും കോടതി ഈ 4 ഹർജിയും അപ്പീലും ഫയലിൽ സ്വീകരിച്ചു. കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. അടുത്ത മാസം ഈ കേസിന് പരിഗണിക്കും. അപ്പോഴത്തേക്ക് കൗണ്ടർ അഫിഡവിറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. ഏതായാലും നമ്മുടെ ശബരിമല വിഷയം പരാമർശിക്കുമ്പോൾ ഇക്കാര്യം ശബരിമല ഇന്ന് സംഭവിച്ച കാര്യം കൂടെ നമ്മളൊന്ന് പറഞ്ഞു. അതെ. ശബരിമല വീണ്ടും ശബരിമല സ്വർണ്ണക്കുള്ള വാർത്തകളിൽ നിറയുകയാണ്. അത് ഓർത്തോണം, അവിടെയും കാണിച്ചു ഇവർ കള്ളത്തരം. എന്താണെന്നറിയാമോ? ശബരിമല വിഷയം കത്താതിരിക്കാൻ വേണ്ടി ഇവർ SIT ചവിട്ടി.
ഈ SIT ഈ ഇലക്ഷനോട് അടുപ്പിച്ച് SIT ഈ വിഷയം വിട്ടു, അവരുടെ എല്ലാവർക്കും ജാമ്യം കിട്ടാൻ സഹായിച്ചു. എല്ലാവരും വെളിയിറങ്ങി പോവുകയും ചെയ്തു. മുഴുവൻ ആൾക്കാരും ജാമ്യം കിട്ടാൻ സഹായിച്ചു. ഞങ്ങളുടെ കയ്യിൽ തെളിവില്ല എന്ന് പറഞ്ഞ് ഇവർ മൊത്തം പേരെ ഇറക്കി വിട്ടു. അവസാനം ഈ പറഞ്ഞ ശബരിമല വിഷയത്തിൽ അന്വേഷണം പോലും നിലച്ചുപോയി. ഹൈക്കോടതി പിന്നെ ദേവസ്വം ബെഞ്ച് എടുത്തിട്ട് ശരിക്കും വിമർശനം ഒക്കെ നൽകി. പക്ഷെ എന്താ സംഭവിച്ചത്? എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പരിപാടി ചവിട്ടി. പക്ഷേ എലക്ഷൻ കഴിഞ്ഞു, വോട്ട് പെട്ടിയിലിരിക്കുന്നതേ ഉള്ളൂ, വീണ്ടും അന്വേഷണത്തിലേക്ക് നീങ്ങി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയും ഇത് വെച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയില്ല. 2025 സെപ്റ്റംബറിൽ സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് വീണ്ടും അടിച്ചുകൊണ്ട് പോയതിലാണ് ഇപ്പോൾ അന്വേഷണം. PS പ്രശാന്ത് ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒപ്പം ഒരു മെമ്പർ അജികുമാർ മെമ്പറായിരുന്നു. അവരെ ചോദ്യം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അന്വേഷണ സംഘം. അവർ അതേസമയം പ്രശാന്ത് പറയുന്നത് അങ്ങനെ നല്ല എൻ്റെ മൊഴിയെടുത്തതേ ഉള്ളൂ എന്നാണ്. ചോദ്യം ചെയ്തത് തന്നെ ആയിരിക്കും. ഈ മൊഴിയെടുക്കുന്നതിനെയാണ് എല്ലാവരും ചോദ്യം ചെയ്തു. മൊഴിയെടുത്തു, സത്യമാണ്. എല്ലാവരും ഇതുപോലെ പത്മകുമാറിൻ്റെ മൊഴിയെടുക്കുമായിരുന്നു, ശങ്കർദാസിൻ്റെ മൊഴിയെടുക്കുക, വാസുവിൻ്റെ മൊഴി. പക്ഷേ അതിനുശേഷമാണ് ഇവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇവിടെ പ്രശാന്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ചട്ടപ്പടിയാണ് എല്ലാം നടന്നത്. അതെ, എല്ലാം ചട്ടപ്പടി തന്നെയാണ് നടന്നത്. പക്ഷേ ഇത് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം, എന്തിനാണ് കൊണ്ടുപോയെന്നുള്ളതിന് മാത്രം ആൻസർ ഇല്ല. അവിടെയാണ് ഇതിനകത്ത് പ്രശ്നം വന്നിരിക്കുന്നത്. ഈ ചട്ടപ്പടി എന്ന് പറഞ്ഞാൽ സാധനമൊക്കെ നല്ല കൃത്യമായിട്ട് ഇളക്കി, പിന്നെ സ്ട്രോങ് കാവലിൽ ഇത് കൊണ്ടുപോകുന്നതിന് നിർദ്ദേശിക്കപ്പെട്ടുള്ള കാവലിൽ അനുസരിച്ച് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകും. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് കരിമ്പട്ടിയിൽപ്പെട്ട കമ്പനിയാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു കുന്തം അറിയാത്തവന്മാരാണെന്ന് ഓൾറെഡി കണ്ടത്. അവസാനം മനസ്സിലായി. അപ്പോൾ സംതിങ് എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും പ്രശാന്തും അജികുമാറും അടക്കമുള്ളവരെ ചോദ്യം ചെയ്തു. വീണ്ടും ഇത് സംബന്ധിച്ചുള്ള തെളിവെടുപ്പുണ്ടാവും, മുന്നോട്ടുള്ള അന്വേഷണം ഉണ്ടാവും. മിക്കവാറും ഇലക്ഷൻ്റെ വോട്ട് പൊട്ടിക്കുന്നതിന് മുമ്പ് ഈ അണ്ണന്മാർ വീണ്ടും അകത്താകാനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഏതായാലും നമുക്ക് സമയം അവസാനിക്കാറായിരിക്കും. നമുക്ക് യുദ്ധത്തെക്കുറിച്ച് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യുദ്ധത്തിൻ്റെ ഇന്നെങ്കിലും സമാധാന ചർച്ച നടക്കാനിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇറാൻ പങ്കെടുക്കുന്നില്ല എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഏതായാലും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാൻ ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ അവസാനം ഇറാൻ വരുമെന്നും ഉത്തർപ്പായ അവർ വരുമെന്നും, അങ്ങനെ അവസാനം നേരിട്ട് സാക്ഷാൽ ട്രംപ് തന്നെ നേരിട്ട് വന്ന് ഈ സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കുമെന്നൊക്കെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. അത് മാത്രമേ നമുക്ക് കഴിയുള്ളൂ. കാരണം ഓരോ ദിവസം ചെല്ലുന്നതോറും ഇത് ലോകത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റുന്ന തരത്തിലേക്ക് ഈ യുദ്ധം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമസ്കാരം.